75-ാം പിറന്നാൾ ദിനത്തിൽ നരേന്ദ്രമോദിയെ ലോകമറിയുന്നത് ഭീകരവിരുദ്ധ സഖ്യത്തിന്റെ മുന്നണി പോരാളി എന്നാണ്. ഗ്ലോബൽ സൗത്തിനെ ചേർത്തുപിടിച്ച വികസന നായകൻ, ശ്രീബുദ്ധന്റെ നാട്ടിൽ നിന്നുള്ള സമാധാന ദൂതൻ, അധിനിവേശങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത പ്രധാന സേവകൻ എന്നീ പേരുകളിലാണ്. ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സർജിക്കൽ സ്ട്രൈക്ക് എന്ന വാക്ക് ഭാരതീയർ ആദ്യം കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാലത്താണ്. മണിപ്പൂരിൽ ആക്രമണം നടത്തിയവർക്കെതിരെ മ്യാൻമാറിൽ തുടങ്ങിയ സർജിക്കൽ സ്ട്രൈക്ക്, ഉറി ആക്രമണത്തിന് പിന്നാലെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിനും ഭാരതം സാക്ഷിയായി. പുൽവാമ ആക്രമണത്തിന് പിന്നാലെയും വിട്ടുവീഴ്ചയില്ലാത്ത സർജിക്കൽ സ്ട്രൈക്ക് നടന്നു. ഭാരതത്തിന്റെ സൈനിക ശക്തിക്ക് സാക്ഷിയായ ഓപ്പറേഷൻ സിന്ദൂറിനും നേതൃത്വം നരേന്ദ്രമോദിയുടേതായിരുന്നു. സൈനിക നീക്കം ശക്തമായി തുടരുമ്പോഴും ആഗോളതലത്തിൽ ഭീകരതയ്ക്കെതിരായ സന്ദേശവാഹകനായി നരേന്ദ്രമോദി. ആഗോള ഭീകരവിരുദ്ധ സഖ്യത്തിന്റെ മുന്നണി പോരാളിയുമായി. ആ ചന്ദ്രതാരം വിളങ്ങട്ടെ നാമം നരേന്ദ്ര, സവർണ സിന്ദൂര തേജസ്സിലെന്നും മനോജ്ഞ നരേന്ദ്ര. भारत ने तय कर लिया है, खून और पानी एक साथ नहीं बहे। अब देशवासियों को भली भांति पता चला है कि सिंधु का समझौता कितना अन्यायपूर्ण है, कितना एक तरफा है। भारत से निकलती नदियों का पानी दुश्मनों के खेत को सींच रहा है. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ലെന്ന മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകി കാലങ്ങളായി നയതന്ത്ര വിദഗ്ധർ ആവശ്യപ്പെട്ടിരുന്ന ഭീകരവിരുദ്ധ നീക്കത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യൊപ്പ് ചാർത്തി. ये भारत की स्पष्ट नीति थी, सुविचारित नीति थी, सेना के साथ मिलकर के तय की हुई नीति थी, और वे ये थी कि हम आतंक, उनके आका, उनके ठिकाने, ये हमारा लक्ष्य है. और हमने कहा, पहले दिन प्रेस कॉन्फ्रेंस में कहा है कि हमारा एक्शन नॉन एक्सीलरेटरी है. ये हमने कह करके किया है. 2023 നടന്ന G20 സമ്മേളനത്തിൽ ഇന്ത്യയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് ആഫ്രിക്കയെ ഉൾച്ചേർത്തത്. മൂന്നാം ലോകരാജ്യങ്ങളെ ചേർത്തുപിടിച്ച് ഊർജ്ജരംഗത്തും സാമ്പത്തിക സഹകരണ മേഖലകളിലും അന്താരാഷ്ട്ര സഖ്യങ്ങളെ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചു. രാജ്യാന്തര സംഘടനകളായ ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ കൂട്ടായ്മകൾക്ക് ഊർജ്ജമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇടപെടൽ. അമേരിക്കയുടെ അധിക താരിഫ് യുദ്ധത്തിൽ അധിനിവേശങ്ങളോട് വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യത്തിനും ഭാരതം സാക്ഷിയായി. साथियों, हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं, व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी. ലോകസമാധാനത്തിന്റെ ദൂതനായി ദിവസങ്ങൾക്കുള്ളിൽ റഷ്യയും യുക്രൈനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. അഹിംസയുടെ ദൂത് ലോകത്തിന് പകർന്നു നൽകിയ ബുദ്ധന്റെ നാട്ടിൽ നിന്നുമെത്തുന്ന താൻ ശാന്തിയുടെ സന്ദേശവാഹകനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറച്ച ശബ്ദത്തിൽ ലോകത്തോട് പറഞ്ഞു. हम बहुत ही कन्विक्शन के साथ युद्ध से दूर रहे हैं, लेकिन इसका मतलब ये नहीं है कि हम तटस्थ थे, हम न्यूट्रल नहीं थे. हम पहले दिन से ही पक्षकार रहे हैं और हमारा पक्ष है शांति का. हम बुद्ध की धरती से आते हैं, जहां युद्ध को स्थान नहीं होता. 75 വർഷത്തെ ത്യാഗനിർഭര ജീവിത സഭരയിൽ ലോകം കാണുന്നത് രാഷ്ട്രനായകനെയും ലോക ഗുരുവിനെയുമാണ്. ആശയധാരയുടെ കർമ്മനായകനെ ജന്മദിനാശംസകൾ. ന്യൂസ് ഡെസ്ക്, ജനം.